കോൾഡ് കോഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഇസ് ടോണി ജോസ്. ഒരു എഗ് ഫ്രൈഡ് റൈസ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് ചൈനീസ് വിഭവമാണെങ്കിലും ഇന്ത്യൻ ശൈലിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അല്പം സ്പൈസിയാണ്. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മസാല തയ്യാറാക്കി തുടങ്ങുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തയ്യാറാക്കാൻ. പിന്നെ കുക്കിംഗ് കഴിയുന്നത് വരെയും തീ ഹൈ ഫ്ലെയിമിൽ തന്നെ നിൽക്കണം. പാചകം പഠിച്ചു വരുന്നവർക്ക് കൂടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ റെസിപ്പി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമുക്ക് അതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഒരു കപ്പ് ബാസ്മതി റൈസ്, അത് പുഴുക്കലരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ബാസ്മതി റൈസ് 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് നമുക്കത് വേവിച്ചെടുക്കാം. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ കൂടി ചേർക്കാം. ഈ കുക്കിംഗ് ഓയിൽ ചേർക്കുന്നത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 2 മുതൽ 3 മിനിറ്റ് നേരം വരെ നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾക്കത് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഈ ചോറ് പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഊറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ റെസിപ്പിയിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് തയ്യാറാക്കാം. അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, കാബേജ്, ബീൻസ്, ഒപ്പം തന്നെ അല്പം വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, സ്പ്രിംഗ് ഒനിയൻ, സവാള, അല്പം ക്യാപ്സിക്കം. ഇനി ഈ റെസിപ്പിയിലേക്ക് കോഴിമുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനായി 4 കോഴിമുട്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അടിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഈ കോഴിമുട്ട സ്ക്രാമ്പിൾ ചെയ്യാം. ഇപ്പോൾ കോഴിമുട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. അതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കാം. അതോടൊപ്പം 6 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് അതും ചേർക്കാം. സവാളയും വെളുത്തുള്ളിയും വഴന്നു വരുമ്പോൾ ബാക്കി വെജിറ്റബിൾസ് കൂടെ അതിൽ ചേർക്കാം. ബീൻസും ക്യാരറ്റും ക്യാബേജും, ഒപ്പം തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. എരിവ് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ പച്ചമുളക് ചേർക്കേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതോടൊപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർക്കാം. ഇവിടെ ഞാൻ മഞ്ഞ കളറിലുള്ളതും ചുവപ്പ് കളറിലുള്ളതും പച്ച കളറിലുള്ളതായിട്ടുള്ള ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് കിട്ടുന്ന ക്യാപ്സിക്കം ഏതാണോ അത് ചേർത്താൽ മതി. ഇനി മിക്സിലേക്ക് 1 ടീസ്പൂൺ സോയ് സോസും കൂടി ചേർക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി മിക്സിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട ചേർക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അതോടൊപ്പം ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ചേർക്കുന്ന ചേരുവകൾ ഓപ്ഷണലാണ്. ഇനി ഫ്രൈഡ് റൈസിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് കൂടെ ചേർക്കാം. കെച്ചപ്പ്, വിനെഗർ തുടങ്ങിയവ കഴിക്കുന്ന ആളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ചേർത്താൽ മതിയാകും. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയ ഏറ്റവും സ്വാദുള്ള എഗ് ഫ്രൈഡ് റൈസ് തയ്യാറായി. 2 പേർക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസിന് 1 കപ്പ് അരി മതിയാകും. ഇന്നത്തെ റെസിപ്പി ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനി കാണുന്നതുവരേക്കും ബൈ.